Watch full episodes on Jio Hotstar. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഫുർഫുരി നഗരത്തിലെ ഷോ എപ്പോ തുടങ്ങുമോ ആവും. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. എനിക്കറിയാം ഫുർഫുരി നഗറിലെ മനുഷ്യര് അവരുടെ പാർട്ടിസിപ്പൻസിന്റെ എയറോപ്ലെയിൻ ഷോ കാണാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണെന്ന്. നിങ്ങളുടെ കാത്തിരിപ്പിതാ കഴിഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങളുടെ സ്വന്തം ഫുർഫുരി നഗറിന്റെ പാർട്ടിസിപ്പൻസ് ഇപ്പൊ അവരുടെ സ്വന്തം എയർ ഷോ പ്രദർശിപ്പിക്കും. അവരെ ലീഡ് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളത് മോട്ടുവും പിന്നെ പത്ലുവും. എന്താ പറയാ, മോട്ടുവും പത്ലുവും അവരുടെ കൂട്ടുകാരും പ്രൊഫഷണൽ പൈലറ്റ് അല്ലാതിരുന്നിട്ട് കൂടി ഒരു ഭയങ്കരമായ ഷോ ആണ് കാഴ്ചവെച്ചത്. അതിനെ വിവരിക്കാൻ വാക്കുകൾ പോലുമില്ല. ഒരു നല്ല കൈയടി കൊടുക്കാം. അടുത്ത ഷോവിനെ പറ്റി എയർ മാർഷൽ സിന സംസാരിക്കുന്നതാണ്. ഹലോ എവരിബഡി, നമ്മുടെ അടുത്ത ഷോ ഇൻവിസിബിൾ പ്ലെയിനിന്റെ ആയിരിക്കും. ഈ പ്ലെയിനിനെ എപ്പോഴും വേണമെങ്കിലും ഇൻവിസിബിൾ ആകാൻ കഴിയും. ആ സമയത്ത് ഇതിനെ ആർക്കും കാണാൻ കഴിയില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ എഞ്ചിന്റെ ഒച്ചയും മ്യൂട്ടായി പോകും. പ്ലെയിൻ എത്തിയെന്നുള്ള കാര്യം ആർക്കും തന്നെ മനസ്സിലാകില്ല. ഞാനും എന്റെ ടീമും കൂടെ ചേർന്ന് കുറെ കൊല്ലങ്ങളുടെ റിസർച്ച് കഴിഞ്ഞാണ് ഈ ഇൻവിസിബിൾ പ്ലെയിൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. ഈ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഉണ്ടാക്കുന്നത്. ഈ പ്ലെയിൻ നമ്മുടെ രാജ്യത്തിനൊരു അഭിമാനമാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു യു ദി ഇൻവിസിബിൾ പ്ലെയിൻ. സംഭവം കലക്കിട്ടോ, അടിപൊളി. ഇത് വന്നത് പോലും അറിഞ്ഞില്ലല്ലോ. ഈ പ്ലെയിന് സത്യത്തിൽ അടിപൊളി തന്നെയാണല്ലോ. ഇതെന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും എന്നെ രക്ഷിക്കണം. somebody help, please help, help. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണം, പ്ലീസ്, പ്ലീസ്.
പ്ലീസ് പ്ലീസ് ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാണ്. പത്തുലു വേഗം വരൂ, നമുക്ക് ആ പൈലറ്റിനെയും പ്ലെയിനെയും രക്ഷിച്ചേ പറ്റൂ. പത്തുലു, നീ ഇവിടുത്തെ കാര്യം നോക്കിയോ, ഞാൻ താഴെ പോയ ആ പൈലറ്റിനെ രക്ഷിക്കട്ടെ. ഇവിടെ പൈലറ്റിനെ ഒന്നും കാണുന്നില്ലല്ലോ, പിന്നെ കോക്പിറ്റും കാണുന്നില്ല. എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മോട്ടോ പ്ലെയിൻ എല്ലാം ശരിക്ക് തന്നെ ഇരിക്കുന്നേ. പ്ലെയിൻ തലകീഴായി ഇരിക്കുക. എന്ത് ഫ്ലൈറ്റ് തലകീഴായിട്ടാ ഉള്ളതെന്നോ? അയ്യോ, ആരെങ്കിലും ഇതിനെ ഒന്ന് നേരെയാക്കൂ, നേരെയാക്കൂ പ്ലീസ്. പൈലറ്റ് ചേട്ടാ, പ്ലെയിനെ തിരിക്കേ, പ്ലെയിനെ തിരിക്കേ. എന്റെ ചേട്ടാ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ ഇതിനെ ഇങ്ങനെ ഇട്ട് തിരിക്കുന്നേ? മനസ്സിലാക്കേ. എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യിൽ പാരഷൂട്ട് ഇല്ലെന്നാ. മോട്ടു മോട്ടു സൂക്ഷിച്ച് വേണം. മുകളിലേക്ക് പറപ്പിക്കട്ടെ. സബാഷ് മോട്ടു. താങ്ക് യു വെരി മച്ച് മോട്ടു. നിങ്ങൾക്കറിയില്ല ഇന്ന് നിങ്ങൾ എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന്. താങ്ക് യു വെരി മച്ച്. അല്ല, ഇത് ആരുടെ പ്ലെയിനാ വന്നിരിക്കുന്നേ? ഇവരെന്തിനാ ഇങ്ങനെ വെടിവെക്കുന്നത്? എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ജീവൻ രക്ഷിക്ക. അവര് ശത്രുക്കളുടെ ആൾക്കാരാണ്. അവരെ തടയൂ. അവർ നമ്മുടെ പ്ലെയിൻ എടുത്തോണ്ട് പോവാണ്. ഇൻസ്പെക്ടർ ചിങ്കം, ഇത്രയ്ക്കേ ഉള്ളോ നിങ്ങളുടെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്? ഞങ്ങളുടെ ഇൻവിസിബിൾ പ്ലെയിനിനെ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമായിരുന്നു. നിങ്ങളുടെ മാത്രം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇവിടെ കൈയും കെട്ടി ഇരുന്നപ്പോ അവർ വന്ന് നമ്മുടെ പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി. കണ്ടില്ലേ നിങ്ങൾ? ആ പ്ലെയിൻ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജോലി തന്നെ ഇല്ലാതാക്കും. എന്നിട്ട് നിങ്ങൾ ജയിലിലേക്ക് പോവേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ നിങ്ങൾ ഒന്നും പറയാത്തത്? എന്തെങ്കിലും പറയൂ. എവിടെ പോയി? ഇവിടുന്ന് പേടിച്ചോടിയതാണോ? എയർ മാർഷൽ സാറേ, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ. ഞങ്ങൾ പ്ലെയിനിനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ട് വന്നേക്കാം. ഇത് ഞങ്ങളുടെ ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ഞങ്ങൾ അതിനൊരു കളങ്കം വരുത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. ഉറപ്പാ? അതെ സാർ, ഞങ്ങൾ വാക്ക് തരുന്നു. ഓക്കെ മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേര് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആ ചിങ്കമിനോട് പറഞ്ഞേക്ക്, ഒളിച്ചിരുന്നത് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ലെന്ന്. തീർച്ചയായും ഞാൻ അവന്റെ ജോലി ഇല്ലാതാക്കുമെന്ന്. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം മോട്ടു പത്ലു, അല്ലെങ്കിൽ തൊപ്പി തെറിക്കും. അവന്മാർ എന്നെ പിടിച്ച് ജയിലിനകത്തിടും. ചിങ്കം സർ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ ആ പ്ലെയിന് കണ്ടുപിടിച്ചിരിക്കും. അതെ ചിങ്കം സാറേ, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മുഴുവൻ ഫുർഫുറി നഗറിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാ. നമ്മൾ ഒരുമിച്ച് പോയി പ്ലെയിൻ എവിടെ തന്നെ ആയിരുന്നാലും അതിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. പാതാളത്തിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും ഞങ്ങൾ ആ പ്ലെയിൻ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഇത് മോട്ടുവിന്റെ വാക്കാണ്. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. എന്റെ രോഗികളാണ് സത്യം. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് ചങ്കുകളെ. എല്ലാ പ്ലെയിനും പറക്കുമ്പോ അതിന്റെ പുറകിത് പുക വരും. ഹീറ്റിന്റെ സ്മോക്കിന്റെ ട്രേസ് വിട്ടിട്ടായിരിക്കും അത് പോകുന്നത്. എനിക്ക് എന്റെ ഹീറ്റ് ആൻഡ് സ്മോക്ക് ഗാഡ്ജറ്റ് കൊണ്ട് ആ പ്ലെയിനിനെ ട്രേസ് ചെയ്യാൻ സാധിക്കും ചങ്കുകളെ. പൊളിച്ചേ! ഇനി എന്തിനാ വലിയേട്ടൻ താമസിപ്പിക്കുന്നത്? വേഗം വരൂ. നമ്മുടെ പ്ലെയിന് തട്ടിക്കൊണ്ടുപോയവന്റെ കഷ്ടകാലം ദേ തുടങ്ങിയിരിക്കുന്നു.
ടോമി സിംഗ് അങ്ങേരെ ക്യാപ്സൂളിനകത്ത് എന്താ ചെയ്തത്? അദ്ദേഹം തീയുടെയും ഐസിന്റെയും ഒരു സംഗമം തയ്യാറാക്കുകയാണ്. നീ പുതിയതാണ്, അതുകൊണ്ട് തന്നെ അറിയില്ല. ഈ അങ്കാരായുടെ ദേഹത്ത് ഒരു അഗ്നിജ്വാല തന്നെ ഉണ്ട്. പിന്നെ കോപം വരുമ്പോ അദ്ദേഹത്തിന്റെ ശരീരം വളരെ ചൂടാവും. ഇരുമ്പിനെ തൊട്ടാലും ഉരുകിപ്പോകുന്നത്രയും ചൂട്. ടോമി സിംഗ് അങ്ങാരോട് പറഞ്ഞേക്ക ഇൻവിസിബിൾ പ്ലെയിൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഗോല ബാരൂദ്, നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ? അതെ ടോമി. അങ്കാര ബോസ്, ഇൻവിസിബിൾ പ്ലെയിൻ വന്നിട്ടുണ്ട് ബോസ്. എനിക്ക് സന്തോഷമായി, വളരെ സന്തോഷമായി. അവസാനമായി ഇൻവിസിബിൾ പ്ലെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ ലോകം തന്നെ അടക്കി വാഴും. നമ്മളോ? അതെ ബോസ്, നമ്മൾ. വീണ്ടും നമ്മളെന്നോ? എന്നെ ഇതിൽ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത്. അത് നിനക്ക് താങ്ങാനാവില്ല. ഈ കാര്യത്തിൽ നമ്മളല്ല ഞാൻ. ചൂടാകല്ലേ ബോസ്, ചൂടാകല്ലേ. ശാന്തമാകൂ ബോസ്. തീയുടെയും ഐസിന്റെയും സംഗമം നിങ്ങളിൽ പ്രതിഫലിക്കട്ടെ ബോസ്. ഓക്കെ ബോസ്, തെറ്റുപറ്റിപ്പോയി. നമ്മളല്ല, ഞാൻ മാത്രം. താൻ എന്താ പറഞ്ഞത്? താൻ ഈ ലോകത്തിനെ ഭരിക്കുമെന്നോ? ബോസ്, ഒന്നും മനസ്സിലാവണില്ല. എന്താ ചെയ്യേണ്ടതെന്ന്? എന്താ ചെയ്യാ? നമ്മളൊന്നും പറയാൻ പാടില്ല, ഞാനൊന്നും പറയാൻ പാടില്ല. ഹാ, മനസ്സിലായി. നിങ്ങളായിരിക്കും ഭൂമി മുഴുവൻ അടക്കി വാഴുന്നത്. ഇപ്പൊ ശരിയല്ലേ ബാസ്? ഗോല ബാരൂദ്, ഐസ് സ്റ്റിക്ക് എടുത്തോണ്ട് വാ. എന്നാ ബോസ് അങ്ങ് ആവശ്യപ്പെട്ടത്? ഇനി ഞാൻ ഇൻവിസിബിൾ പ്ലെയിനുകളുടെ ഒരു പട്ടാളം തന്നെ ഉണ്ടാക്കാൻ പോവാ. എന്നിട്ട് വേണം എനിക്ക് ഈ ലോകം ഭരിക്കാൻ. വലിയേട്ടാ, വല്ലാണ്ട് വിശക്കുന്നു. എന്തേലും കഴിക്കാൻ തരുമോ? വേഗം തരൂ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, നിനക്ക് എപ്പോ നോക്കിയാലും വിശപ്പാണല്ലോ. ഇത് കണ്ടില്ലേ? എന്റെ ഹീറ്റ് ആൻഡ് സ്മോക്ക് ഗാഡ്ജറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇതെന്താ സൂചിപ്പിക്കുന്നെന്ന് വെച്ചാൽ അവര് പ്ലെയിൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തെന്നാണ് ചങ്കേ. ഇവിടെ എവിടെയെങ്കിലും ലാൻഡിങ് ചെയ്തിട്ടുണ്ടാവും. എനിക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റും, ആ ഇൻവിസിബിൾ പ്ലെയിൻ ഉണ്ടല്ലോ, അത് ഇവിടെ തന്നെ ഉണ്ട്.
സമൂസേ സമൂസേ സമൂസേ. ആരോ പറഞ്ഞത് ശരിയാ, മഞ്ഞപ്പിത്തം പിടിച്ചവന് എന്ത് കണ്ടാലും മഞ്ഞയായിട്ടേ തോന്നുള്ളൂന്ന്. താഴേക്ക് നോക്കും മോട്ടു, താഴേക്ക്. എന്റെ പത്തിലും പച്ച കളറൊക്കെ അങ്ങ് വിട്. ഇവിടെ സമൂസയുടെ മണം കണ്ടില്ലേ? സമൂസേ. എന്റെ അത്തിപ്പാറ അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ കാറ് മൊത്തം നശിച്ചു പോയെന്നാ. ഇനി ഇത് പറക്കാനും ഓടാനും ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല എന്റെ പൊന്നു ചങ്കേ. അല്ല, നീ മേഘത്തിന്റെ സമൂസ കഴിച്ചോ ചങ്കേ? പറയൂ. സോറി വലിയേട്ടാ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? എങ്കിലേ ഞാൻ മുന്നോട്ട് പോവൂ. ഇല്ല ഇല്ല, കഴിക്കാൻ തരാം, കഴിക്കാൻ തരാം. എന്താ? ആരെങ്കിലും സഹായിക്കൂ. പത്തിലോ അത് കണ്ടില്ലേ? ആ പാവം പെൻകുഞ്ഞിന്റെ സീലിട്ട് തല്ലുന്ന കണ്ടില്ലേ? ഇതെന്താ, അവര് അടിയുണ്ടാക്കായിരുന്നു, ഇപ്പതേ കളിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മോ, എന്റെ അമ്മോ, നമുക്ക് കഴിക്കാൻ വെച്ചുന്ന ആഹാരം അവന്മാരെ എടുത്തോണ്ട് പോയി. എന്റെ ഭക്ഷണം, ഞങ്ങളുടെ ഭക്ഷണം തിരിച്ചു തരൂ. പത്തിലോ അവരെ പിടിക്ക്, അവരെ പിടിക്ക്. ഞാൻ അവറ്റകളെ എന്റെ ഭക്ഷണം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എനിക്ക് വിശക്കുന്നു. മോട്ടു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ മുഴുവനും എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞു. മുന്നോട്ട് പോകാം. ഇനി എന്തെങ്കിലും കിട്ടിയാലോ, എവിടുന്നെങ്കിലും വല്ല സഹായം കിട്ടിയാലോ. അത് വലിയേട്ടൻ നമ്മളോട് പറഞ്ഞില്ലായിരുന്നല്ലോ നമ്മളിങ്ങനെ ഐസ് മലയിലോട്ടാ കൊണ്ടുവരുന്നതെന്ന്. എന്തൊരു തണുപ്പാണ്, എന്തൊരു തണുപ്പാണ്. എന്റെ കൈയൊക്കെ മരവിച്ചു തുടങ്ങി. ഇങ്ങോട്ടാ വരുന്നതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നല്ല ചൂടുള്ള വസ്ത്രങ്ങൾ എടുത്തോണ്ട് വരായിരുന്നല്ലോ. വലിയേട്ടാ, എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്റെ പൊന്നു ചങ്കുകളെ, നിങ്ങൾക്കൊക്കെ എന്താ തണുക്കുന്നില്ലേ? ഡോക്ടർ ജഡ്ക, ഈ വസ്ത്രത്തിൽ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാമോ, ഇത്ര തണുത്ത ഈ സിറ്റുവേഷനില് നിങ്ങൾക്ക് തുണിക്കട എവിടെന്നാ കിട്ടിയത്? ഓ എന്റെ ചങ്കുകളെ, എന്റെ സഹോദരന്മാരെ, എന്റെ കാറിൽ എല്ലാ തരത്തിലുള്ള ഉടുപ്പുകളും ഉണ്ടാകും. അതിലെല്ലാവർക്കും വേണ്ടിയുള്ള സെറ്റർ ഞാൻ വെച്ചിട്ടുണ്ട് ചങ്കുകളെ. സത്യം പറഞ്ഞതിന് എന്നെ എന്തിനാ ചങ്കുകളെ ഇങ്ങനെ ഇടിക്കുന്നത്? ഇതൊക്കെ ഉണ്ടായിട്ടാണോ നേരത്തെ ഞങ്ങളോട് പറയാതിരുന്നത്? ഞങ്ങൾ എല്ലാവരും തണുത്ത് വിറയ്ക്കുന്നത് കാണുന്നില്ലേ? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ അതിന് ചോദിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെയാ പറയാ? പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചങ്കുകളെ, ഞാൻ ഇപ്പൊ തന്നെ പോയി എല്ലാവർക്കും വേണ്ടിയുള്ള സെറ്റർ എടുത്തുകൊണ്ട് വരാം. ഗസീട്ട്, താനും എന്റെ കൂടെ വാടൂ.
അതെ സയന്റിസ്റ്റേ, ഈ ഇൻവിസിബിൾ പ്ലെയിനിന്റെ ടെക്നോളജി എന്റെ കയ്യിലുള്ള എല്ലാ പ്ലെയിനുകളിലും ട്രാൻസ്ഫർ ചെയ്യൂ. അങ്കാര സാർ, ഈ ജോലി അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. നമ്മൾ വലിയ വലിയ മലകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്നിൽ ഇത് റെക്കോർഡായിട്ടുണ്ട്. കാണൂ. പക്ഷേ ബോസ്, ക്യാമറയിൽ ഇത്ര മാത്രമേ റെക്കോർഡായിട്ടുള്ളൂ. എന്നെ അന്വേഷിച്ച് നടക്കാൻ ഇവന്മാർക്ക് എത്രയും ധൈര്യോ? അവരിതുവരെ എങ്ങനെ എത്തി? എങ്ങനെ എങ്ങനെ ആരാ ഇവരൊക്കെ? ബോസ്, എനിക്കിവരെ അറിയാം. ഇവർ മോട്ടു പത്ലുവാണ്. ഇൻവിസിബിൾ പ്ലെയിനിലെ പൈലറ്റിനെ രക്ഷിച്ചത് ഇവരാണ്. ഇൻവിസിബിൾ പ്ലെയിൻ തപ്പി വരികയവർ. എന്നാ പോയി കണ്ടുപിടിക്കേ. അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കേ. അവരുടെ ബാക്കപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കേ. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോന്ന് കണ്ടുപിടിക്കേ. അവർക്ക് ഇതുവരെ വരാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തതെന്നും കണ്ടുപിടിക്കേ. എത്രയും വേഗം അവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിർത്ത. ഓ, ശാന്തമാകൂ ബോസ്, ശാന്തമാകൂ. തീയുടെയും ഐസിന്റെയും സംഗമം കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യൂ ബോസ്. നാളെ നേരം വെളുക്കുന്നതിനകം നമ്മുടെ ആളുകൾ അവരെ പിടികൂടിയിരിക്കും ബോസ്. അവർക്ക് ഒരു കാര്യം അറിയില്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ടോമി സിംഗ്, വേഗം ഒരു പ്ലെയിൻ അയച്ച് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവാ. അയ്യോ, ഈ വെല്ലേട്ടൻ എവിടെ പോയി? ഞാനിങ്ങനെ നിന്ന് തളർന്നല്ലോ. ഇത്രയും തണുത്ത സ്ഥലത്ത് ഈ ചൂട് കാറ്റ് നല്ല രസമുണ്ടല്ലോ. പത്ലു, ചൂടുള്ള മഞ്ഞുണ്ട്. എനിക്ക് ആ കാര്യം ഇന്നാണ് മനസ്സിലായത്. നിങ്ങളും ഇങ്ങോട്ട് പോര്, എന്നിട്ട് ഈ മഞ്ഞിലോട്ട് വന്നിരിക്കേ. നല്ല അടിപൊളിയായിട്ടുണ്ടെന്നേ. തണുപ്പിലും നല്ല ചൂടുള്ള മഞ്ഞ്. പത്ലു, തണുപ്പത്ത് എന്തിനാ അവിടെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നേ? ഇങ്ങോട്ട് പോര് എന്റെ അടുത്ത്. ഈ മഞ്ഞിന് നല്ല ചൂടുണ്ടെന്നേ. എന്റെ അമ്മോ, ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിന്നാൽ പിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മമ്മി, മോട്ടു. അതേ പത്തിലു മഞ്ഞ് തന്നെ. നല്ല ചൂടുള്ള മഞ്ഞ്. ചൂട് കാലത്ത് ചൂട് കാറ്റ് വീശുന്നത് പോലെ ഇവിടെയും നല്ല ചൂട് കാറ്റ് വരുന്നുണ്ട് എന്റെ പത്തിലു. വേഗം വരൂ, വരാൻ. മോട്ടു, കരടി കരടി. എന്ത് കരടിയോ? ഈ തണുപ്പത്ത് എവിടുന്ന് കരടി വരാനാ എന്റെ പത്തിലു? എവിടെയാ കരടി? എവിടെയാ കരടി? അല്ല പത്തിലു, നീ എന്തായി പറയുന്നത്? എവിടെയാ ഉള്ള കരടി? കരടി! എന്റെ അമ്മോ, ഇതാ ചങ്കുകളെ, നിങ്ങൾക്കിടാൻ വേണ്ടി ഞാൻ സെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അമ്മോ.
ഇവരെല്ലാം ആരാ? ആ, നിങ്ങളൊക്കെ ആരാ? ഒന്ന് നോക്കി കളിച്ചൂടെ? എന്റെ മോട്ടു, ഇതൊക്കെ എത്തികളാണ്. ഓടിക്കോ, ഓടിക്കോ. പിടിക്കവരെ, പിടിക്ക്. നിക്കവിടെ. ഇത് തീർച്ചയായിട്ടും അങ്കാരയുടെ ആൾക്കാരാവും. പൊളിച്ചേ. ഇവര് നമ്മുടെ ഭാഷ സംസാരിക്കുന്നല്ലോ. യതിച്ചേട്ടാ, ഞാൻ മോട്ടുവാണ്. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. ഇത് ചിങ്കം സാർ, ഗസീട്ടറാം, ഇത് ഡോക്ടർ ജഡ്ക. അതെ, ഞങ്ങൾ അങ്കാരയുടെ ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ അറിയാതെ ഇവിടെ വന്ന് പെട്ടുപോയതാ. അച്ഛാ, ഇവര് കള്ളം പറയാണ്. നമ്മുടെ ഈ സ്ഥലത്ത് അങ്കാരയുടെ ആൾക്കാരല്ലാതെ വേറെ ആരും വന്നിട്ടില്ല. അവന്മാര് നമ്മുടെ സഹോദരന്മാരെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവരെ എല്ലാരും തീർത്തു കളയും. ഹാ സക്കീറ, നമ്മള് നിവന്മാരോട് പകരം ചോദിച്ചിരിക്കും. തീർച്ചയായിട്ടും. ഇന്ന് ഇവരുടെ കയ്യിൽ ചുമന്നു ഉരുണ്ട തീ തുപ്പുന്ന ഒരു ആയുധവും നമ്മൾ കാണുന്നില്ല. തീർത്ത് കളഞ്ഞേക്കുമാരെ. ഇത് നോക്കൂ, നിങ്ങൾ ആരുടെ കാര്യം പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങളുടെ എയറോപ്ലെയിൻ ആരോ മോഷ്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അരുത്, ധൃതി പിടിക്കണ്ട. ഇപ്പൊ ഇവർ നമ്മുടെ കസ്റ്റഡിയിലാണ്. എപ്പോ വേണമെങ്കിലും തീർത്ത് കളഞ്ഞേക്കാം. പക്ഷേ ധൃതി എന്തിനാ? ഒന്ന് കളിപ്പിച്ചിട്ട് അവസാനിപ്പിച്ചേക്കാം. ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. എന്റെ അമ്മ. ആശ്ചര്യം തന്നെ. വായുവിൽ നിന്നും എന്താണ് വീണത്? പൊളിച്ചെടുത്തല്ലോ. 20 കൊല്ലത്തെ അനുഭവത്തിൽ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? ഇതൊരു വല്ലാത്ത സാധനമാണല്ലോ. നമ്മുടെ സീലുകൾക്ക് കളിക്കാൻ കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെടും. ഇതിനെ പ്രയോജനപ്പെടുത്തിയാലും നിങ്ങൾ എല്ലാവരും മിണ്ടാതെ ഇവിടെ നിന്നോണം. മാച്ച് കഴിയുന്നത് വരെ ഇവിടെ തന്നെ കാത്തു നിൽക്കുക. അതിനുശേഷം നിങ്ങളെ ഞാൻ അവസാനിപ്പിച്ചേക്കാം. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, മാച്ച് തീർന്ന നമ്മളും തീരും. എന്റെ മോന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇവരുടെ മാച്ച് ഒരിക്കലും അവസാനിക്കല്ലേ. ഇതൊക്കെ ഒരു മാച്ചാണോ? സീലിന്റെ മേത്ത് കയറിയാണോ ഇങ്ങനെ മാച്ച് കളിക്കുന്നത്? ഇതിനൊരു സ്പീഡും ഇല്ല, ഒരു ത്രില്ലും ഇല്ല. ഇതിലും സ്പീഡിൽ ഞങ്ങളൊക്കെ കഴുതപ്പുറത്തിരുന്ന് കളിക്കാറുണ്ടല്ലോ. ഞങ്ങളുടെ പരമ്പരാഗത കളിയെ കളിയാക്കുന്നോടാ. ഈ കളി അത്ര എളുപ്പമല്ല. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കളിക്കാൻ വാ. കളിയിൽ ജയിച്ചാൽ നിങ്ങളെ സ്വതന്ത്രരാക്കാം. ഇനി അഥവാ തോറ്റാൽ മാച്ചും കഴിഞ്ഞു, നിങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ കളിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഈ അങ്കാര ആരാണെന്നും പിന്നെ എവിടെ ഉണ്ടാവുമെന്നും. തീർച്ചയായിട്ടും ഞങ്ങളുടെ എയറോപ്ലെയിൻ അവരടുത്ത് തന്നെ ആയിരിക്കണം. സമ്മതിച്ചിരിക്കുന്നു. നേരെ ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. കളി നാളെയാക്കാം. ഇവന്മാരെ കൊണ്ടുപോയി തുറങ്കിലടക്കി. ഇവരെപ്പോഴാ ഡിന്നർ തരിക? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ഇന്ന് അവസാനത്തെ അത്താഴം കഴിക്ക്. ഇത് കഴിഞ്ഞാ നിങ്ങൾക്ക് കഴിക്കേണ്ട ആവശ്യമേ വരില്ല. പച്ചമീൻ എങ്ങനെ കഴിക്കുക? ഇവരിതിന് ഇങ്ങനെയാ തിന്നുന്നത്. ഇവർക്കിതിനെ പൊരിച്ചു തിന്നാനുള്ള ഐഡിയ ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇന്ന് രാത്രി ഇങ്ങനെ വിശന്നിരുന്നേ പറ്റുള്ളൂ എന്നാ. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഇനി എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. പത്ലു, എന്തെങ്കിലും ചെയ്യൂ. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എനിക്ക് സമൂസ തരൂ. സമൂസ, 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 സമൂസ. എന്റെ മോട്ടു, അത് സമോസയല്ല, പച്ചമീനാണ്. അത് കഴിക്കരുത്. ഒന്ന് മാറ്. ഇത് പൊരിച്ച മീനിന്റെ മണം ആണല്ലോ. ഇവിടെ ആരാ ഈ മീൻ പൊരിക്കുന്നേ?
ഓ എന്റെ ചങ്കുകൾ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്തിനാ എന്നെ എങ്ങനെ നോക്കുന്നത്? കണ്ടില്ലേ ഞാൻ എത്ര മനോഹരമായിട്ടാ മീൻ കഴിക്കുന്നതെന്ന്? നിങ്ങളും കഴിക്കൂ കൂട്ടുകാരെ. വലിയേട്ടാ, നിങ്ങളടുത്ത് ഈ തീ കത്തിക്കുന്ന സ്റ്റൗ ഉണ്ടായിട്ടാണോ ഞങ്ങളോട് പറയാതിരുന്നത്? ഞങ്ങൾ അവിടെ അകത്ത് വിശന്ന് മരിച്ചിരിക്കുമ്പോഴാണോ? കുറെ മീൻ കഴിച്ചല്ലോ, ഇനി ചൂടായിട്ട് നല്ല ഇടിയാപ്പവും കഴിച്ചോ. കുറച്ച് മനുഷ്യനെ കാണിക്കാം. നമുക്ക് ഒരുമിച്ച് മീൻ കഴിക്കാൻ ചങ്കുകളെ. ചുവന്ന ഗോളം, ചുവന്ന ഗോളം, ചുവന്ന ഗോളം. എല്ലാവരും മാറി നിൽക്കങ്ങോട്ട്. മാറാൻ, മാറാൻ. പേടിക്കണ്ട പേടിക്കണ്ട, ചുവന്ന ഗോളമൊന്നും അല്ല ഇത്. ഇതിന് തീ എന്നാ പറയുന്നത്. ഇതിനെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒരപകടം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ കുട്ടികളെ, വിശക്കുന്നുണ്ടോ? എടുത്തോ എടുത്തോ, എടുത്ത് കഴിച്ചോ. മക്കളെ അത് കഴിക്കരുത്. മക്കളെ നിക്ക്, അത് ചുട്ടമീനാണ്, കഴിക്കരുത്. തിരിച്ചു വരൂ. എനിക്ക് വേണം. കഴിച്ചോ. ഇത്രയും രുചിയുള്ള മത്സ്യം ഇതുവരെ കഴിച്ചിട്ടില്ല. ചുവന്ന ഗോളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനവുമുണ്ട്. പക്ഷെ എനിക്കിതിനെ പേടിയാ. പക്ഷെ നിങ്ങൾ എന്തിനാ തീനെ പേടിച്ചത്? കുറച്ചു നാൾ മുമ്പുള്ള കാര്യമാണ്. ഒരു ദിവസം ഞാനും എന്റെ 3 മക്കളും സക്കീറ, ഇപ്പോൾ അവരെ നീ കണ്ടില്ലേ, സാബുവും തോബുവും ഒരുമിച്ച് പോകുകയായിരുന്നു. സാബുവിനെയും തോബുവിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഇത് കണ്ടോ, എന്റെ കയ്യിലെ പാടുകൾ കണ്ടോ, തീപ്പൊള്ളിയതിന്റെ. ഈ കാരണം കൊണ്ടാണ് എന്റെ മകൻ സക്കീറ അപരിചിതരാരെയെങ്കിലും കണ്ടുമുട്ടിയാൽ കോപം കൊണ്ട് അവനെ പിടിച്ചു നിർത്താനാവില്ല. ഇതുവരെ സാബുവിന്റെയും തോബുവിന്റെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംഭവിച്ചത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മക്കളെ അങ്കാരയുടെ ഗാങ്ങിൽ നിന്നും തീർച്ചയായിട്ടും ഞങ്ങൾ രക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ മീൻ കഴിപ്പിച്ച് എന്നിട്ട് നല്ല നല്ല വർത്താനങ്ങൾ പറഞ്ഞ് എന്റെ അച്ഛനെ വിഡ്ഢിയാക്കാൻ കഴിഞ്ഞേക്കാം. എന്നെ അല്ല. നാളെ രാവിലെ മാച്ച് കളിക്കാം. എന്നിട്ട് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടുന്ന് സ്വതന്ത്രമാക്കുള്ളൂ. സക്കീറ, ശാന്തനാകൂ. കോപം വളരെ നിയന്ത്രിക്കാൻ നീ പഠിക്കണം.
കോപം സ്വയം നശിപ്പിക്കും, അഗ്നി എല്ലാവരെയും നശിപ്പിക്കും. നാളെ രാവിലെ തീർച്ചയായും മാച്ച് ഉണ്ടാകും. പൊളിച്ചെടുത്തല്ലോ. നമ്മളെന്താ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കുന്നത്? ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. എന്തെങ്കിലും ചെയ്യേ. കണ്ടില്ലേ, അവരുടെ ഭക്ഷണമല്ലേ നമ്മൾ അന്ന് മോഷ്ടിച്ചത്. ചെല്ല്, അവരോട് വന്ന് രക്ഷിക്കാൻ പറയേ. കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നു. ആഹാ, ശരിയാണല്ലോ. വരൂ ഷീലു, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. നന്നായിരുന്നു അല്ലേ? പത്തിലും അത് കണ്ടോ, ആ സീലും പെൻഗ്വിൻസും ഇവരായിരുന്നു അന്ന് നമ്മുടെ ഭക്ഷണം അടിച്ചു മാറ്റി കൊണ്ടുപോയത്. ഹലോ നല്ലവരായ മനുഷ്യരെ, പ്ലീസ് എന്റെ കൂട്ടുകാരെ സഹായിക്കുമോ? പ്ലീസ് സഹായിക്കൂന്നേ. അവർ ഞങ്ങളെ വെറുതെ വിടില്ല. പ്ലീസ് ഹെൽപ്പ്. ഓഹോ, കള്ള ശിരോമണികളെ, ഇപ്പോഴെങ്കിലും മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ. ഞങ്ങളുടെ ഭക്ഷണം മുഴുവൻ കട്ട് തിന്നത് പോരാ, എന്നിട്ട് ഞങ്ങളോട് തന്നെ വന്ന് സഹായവും ചോദിക്കുന്നു അല്ലേ? ഇന്ന് എടുത്തോളൂ, എത്ര വേണേലും കഴിച്ചോളൂ, പക്ഷെ അവരെ രക്ഷപ്പെടുത്തൂ. നിങ്ങൾ പിടിച്ച മീനിനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. തിരിച്ചെടുത്തോളൂ, തിരിച്ചെടുത്തോളൂ. പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ, പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ. ശരി ശരി, ഞങ്ങൾ സഹായിച്ചോളാം. കേക്ക് വലിയേട്ടാ, ഈ സീൽസിന് വിട്ടേക്കരുതോ. അവറ്റകളെ കണ്ടിട്ട് പാവം തോന്നുന്നില്ലേ? എത്ര വിഷമിച്ചിരിക്കുന്നു. അഹോ, നിങ്ങൾ ഇവരെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. മാച്ച് കഴിയുന്നു, നിങ്ങളുടെ കാര്യവും കഴിയുന്നു. പത്തിനോയന്മാർ തുടങ്ങുന്നതിന് മുമ്പേ തീർക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പത്തിലും എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു, നീ ഇവരെ ഫുർഫുറി നഗറിലേക്ക് അയച്ചാ ഇവര് നിനക്ക് ചായക്കടക്കാരൻ ചേട്ടന്റെ അടുത്തുനിന്ന് സമൂസ വാങ്ങി കൊണ്ടുവരും. അടിപൊളി ഐഡിയ ആണല്ലോ. അതെ ഗാഡ് ചേട്ടാ, നല്ല മനോഹരമായ ഒരു സ്ഥലം കാണണമെന്നുണ്ടോ? വെറും പച്ചപ്പ് മാത്രമുള്ള ഒരു സ്ഥലം. മാത്രമല്ല, ആടുന്ന മയിലും പറക്കുന്ന പക്ഷികളും നദിയും കുളവും കാണണമെന്നുണ്ടോ? പച്ചപ്പോ? അതെന്നാ കുന്തമാ? ഉണ്ടെങ്കിൽ കാണിക്കേ. നമ്മളിവിടെ എല്ലായിടത്തും ഐസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഫുർഫുറി നഗരിൽ നിന്ന് നിങ്ങൾ എനിക്ക് നല്ല ചൂടുള്ള സമൂസകൾ കൊണ്ടുവരണം. സമ്മതമല്ലേ? റെഡി സ്റ്റഡി ഗോ. ചായക്കടക്കാരൻ ചേട്ടാ, കേക്ക്. അതെ, എന്നാ ഇത് പിടിച്ചോ. ഈ സമോസ മോട്ടുവിന് കൊടുത്തേക്കേ. മറക്കാതെ കൊടുത്തേക്കണേ. താങ്ക് യു സോ മച്ച്. പോയിക്കോ, ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിട്ടും സത്യം തന്നെയാ. നിങ്ങളുടെ ലോകമാണെങ്കിൽ സത്യമായിട്ടും എന്ത് ഭംഗിയാ കാണാൻ. അവിടെ എന്തൊക്കെയുണ്ട്. അത് ഞങ്ങളാണെങ്കിൽ ഇന്ന് വരെ ഇതാ വിചാരിച്ചിരുന്ന, അതായത് ലോകം മുഴുവൻ ഐസ് മാത്രമാണെന്ന്. നിങ്ങൾ സത്യമായിട്ടും വലിയ മനുഷ്യരാ. ഇന്നാ വെച്ചോളൂ നിങ്ങളുടെ സമോസ. പൊളിച്ചേ. അല്ല, ആ സീൽസ് എങ്ങോട്ട് പോയി? സീൽസ് ഒക്കെ എപ്പോഴേ രക്ഷപ്പെട്ടു. സോറി കൂട്ടുകാരാ, വെരി സോറി. സമൂസേ. മോട്ടുപത്ലു, വരൂ നമുക്ക് മാച്ച് തുടങ്ങാം. സക്കീരയുടെ ഇന്നലത്തെ പ്രവൃത്തിയിൽ വിഷമിക്കരുത്. മാച്ച് ആസ്വദിച്ച് കളിക്കൂ. കൂട്ടുകാരെ, നമുക്ക് ഇവരെ കാണിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്.
എടാ നീ ഞങ്ങളുടെ സൈഡല്ലേ? ഒരു ഗോൾ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ ഇവരെ അങ്ങ് തീർത്ത് കളയും. അല്ല കൂട്ടുകാരെ, പെട്ടെന്ന് പോ, അവരെ ഒന്ന് സഹായിക്കേ. അവര് നമ്മുടെ കൂട്ടുകാരല്ലേ. ഏയ് നിങ്ങൾ രണ്ടും പോയിക്കോ, ഇനി ഞങ്ങളെ കളിച്ചോളാം. മോട്ടു, ഇതാ സീൽസുകളാണ്. നമ്മള് മുൻപേ രക്ഷിച്ചില്ലേ? ഇപ്പൊ അവര് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഈ മോട്ടും പത്തിനും ഒരു സംഭവം തന്നെയാണല്ലോ. ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ല. സീലുകളുമായി ഇത്രയും പെട്ടെന്ന് കൂട്ടായോ? ഇവർ അങ്കാരയുടെ ആൾക്കാരാവാൻ വഴിയില്ല. കൂട്ടുകാരെ, അവര് ജയിക്കാൻ പാടില്ല. ഇനി ഒരൊറ്റ ഗോൾ അടിച്ചാൽ മതി. ഒറ്റ ഒരെണ്ണം. സബാഷ്, സബാഷ്. മോട്ടുപത്ലു, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തന്ന വാക്കുപ്രകാരം നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കുന്നു. അങ്കാരയുള്ള സ്ഥലവും പറഞ്ഞു തരാം. ബോസ്, അങ്കാരയുടെ പോർവിമാനം വരുന്നുണ്ട്. ഓടിക്കോ, എവിടേക്ക് പോളി? ഓടിക്കോ, ഓടിക്കോ. രക്ഷപ്പെട്ടോ എവിടെയെങ്കിലും. എല്ലാരും എവിടേക്ക് പോയി ഒളിക്കാറ്. രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. സ്ഥലത്തേക്ക് പോകൂ.
എനിക്ക് ഓടാൻ വയ്യ. ഈ മഞ്ഞിനകത്തൂടെ എങ്ങനെ സ്പീഡിൽ ഓടാൻ കഴിയുന്നേ? എനിക്ക് വയ്യ. ഇന്ന് നമ്മുടെ കഥ തീർന്നത് തന്നെ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്കേക്ക് ഈ സ്കീസ് എവിടെന്നാ കിട്ടിയിരിക്കുന്നത്? വലിയേട്ടാ, ഈ സ്കീസ് നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നതാണ്? എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, നമ്മുടെ ബാക്ക് പാക്കിലെ സ്കീസ് ഉണ്ടായിരുന്നത്. എന്നെ വെറുതെ വിട്. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ എങ്ങനെ ഇടിക്കുന്നത്? ഞാൻ എന്താ ചെയ്തത്? സ്കീസിനെ കുറിച്ച് ഞങ്ങളോട് ആദ്യം എന്താ പറയാതിരുന്നത്? ഞങ്ങൾ ഓടി ഓടി തളർന്നു പോയില്ലേ? അവരടുത്തെത്താറായി. ഓടിക്കോ. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ ഒരു രസമുണ്ടാവുന്നത്. കോലാബാരൂദ്, ഇത്തവണ വേറെ ഒരു ഫ്ലേവർ കൊണ്ടുവരോ? പിടിച്ചോളൂ ബോസ്. വെരി ഗുഡ് പത്ലു. നോ. ഇവരുടെ കയ്യിലും ഗൺസ് ഉണ്ടോ? കൊന്നുകളയോ അവനെ, കൊന്നുകളയോ, എല്ലാവരെയും കൊന്നുകളയേ. ഓക്കെ ബോസ്. വേഗം രക്ഷപ്പെട്ടോ. ഇങ്ങോട്ടാ വരുന്നത്. എന്റെ പൈലറ്റിന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓ, എനിക്ക് തോന്നുന്നു അങ്കാരം നമ്മളെ കാണുന്നുണ്ടെന്നാ. മാത്രമല്ല, ആ പ്ലെയിനിന്ന് അവന്റെ ശബ്ദം നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്നെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ കരിച്ച് ചാമ്പലാക്കി കളയും. അങ്കാരാ! മോട്ടു പത്ലു ജോഡി വന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. ബോസ്, അവർ സറണ്ടർ ആവാൻ വരുന്നെന്നാ തോന്നുന്നു. ചിങ്കം സാർ റെഡി. Yes, I'm coming. വെരി ഗുഡ്. ഇതെന്താ? എഞ്ചിനിൽ തീ പിടിച്ചോ? മേടെ മേടെ, എഞ്ചിനിൽ തീ പിടിച്ചിരിക്കുന്നു. ഇല്ല, എന്റെ പ്ലെയിൻ, ഞാനിവരെ കൊന്നുകളയും. ഓഹോ, ശാന്തം ബോസ്, ശാന്തം. തീന്റെയും ഐസിന്റെയും സംഗമം കറക്റ്റ് ആയിട്ട് വെക്കൂ ബോസ്. കാരണം കാലാവസ്ഥ മോശമാ. എന്നിട്ട് കുറച്ച് സമയത്തിനകം എല്ലായിടത്തും ഇരുട്ടാകും. നാളെ നേരം വെളുത്താൽ ഉടനെ നമ്മുടെ ആൾക്കാര് അവരെ പിടിച്ചോണ്ട് വരുന്നതായിരിക്കും ബോസ്. നിങ്ങൾ വളരെ പരാക്രമികളാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം. അവൻ താമസിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം കണ്ടിട്ടേയില്ല. എനിക്കൊരു വാക്കു തരൂ മോട്ടു പത്ലു. എന്റെ സാബുവിനെയും തോബുവിനെയും തിരിച്ചു തരാമെന്ന്. ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു. സാബുവും ടോബുവും നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇതെന്റെ വാക്കാണ്.
ഇതാണ് ആ മല. ഇതിന്റെ പുറകിൽ നിന്നാണ് അവരൊക്കെ വരുന്നത്. അതിനുശേഷം അവരെങ്ങോട്ടാ തിരിച്ചു പോണെന്ന് ഞങ്ങളിൽ നിന്ന് ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അതായത് അവര് വരുന്നത് പർവ്വതത്തിന്റെ തൊട്ട് പുറകിൽ നിന്നാണ്. ഒരുപക്ഷെ അവരിതിന്റെ പുറകിലാ താമസിക്കുന്നതെങ്കില് അകത്തേക്ക് കടക്കാനുള്ള ഗുഹയോ വഴിയോ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതല്ലേ ചങ്ങാതി? നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തി? സത്യസന്ധരായ കൂട്ടുകാരാകുമ്പം അവരുടെ കൂട്ടുകാരുടെ വിഷമം അവര് പറയാതെ തന്നെ കേൾക്കും അല്ലേ? ഈ പർവ്വതത്തിന്റെ അപ്പുറത്തെ വശത്ത് പോകാനുള്ള വഴി ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളുടെ പുറകെ വന്നാ മതി. വരൂ, ഫോളോ മീ. ഫോളോ മീ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും അപകടകരമായ ഭയാനകമായ വഴി ഞാൻ ഇതുവരെ കണ്ടിട്ടേ തന്നെയാ. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു വെരി മച്ച്. കൂട്ടുകാർക്ക് മാത്രമേ സമയത്തെത്തുവാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം. നിങ്ങളെല്ലാവരും അകത്ത് പൊക്കോളൂ. ഞാൻ ബാക്കിയുള്ളവരുടെ സഹായം ചോദിച്ചിട്ട് വരാം. അകത്തേക്ക് കേറ്. ദേ അങ്ങോട്ട് നോക്കൂ. ആ 2 എത്തികളായിരിക്കും സാബുവും ടോബുവും എന്ന് പറഞ്ഞത്. ഓ ചങ്ങുകളെ, ഇവരുടെ താവളം കണ്ടിട്ട് ഒരു ചെറിയ എയർപോർട്ട് പോലെ ഉണ്ടല്ലോ. അത് കണ്ടില്ലേ, നമ്മുടെ ഇൻവിസിബിൾ പ്ലെയിൻ. നിങ്ങൾക്ക് ഇൻവിസിബിൾ പ്ലെയിനിന്റെ ടെക്നോളജി ഒരു ചിപ്പിൽ അപ്ലോഡ് ചെയ്യാൻ എത്ര സമയമെടുക്കും? ഇനി എത്ര സമയം? ആ ടെക്നോളജി മുഴുവനുമായിട്ട് സാറിന്റെ പ്ലെയിനിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം. ആരാണോ ഈ ഇൻവിസിബിൾ പ്ലെയിൻ ഉണ്ടാക്കിയത്, അവർ ഇതിന്റെ ഡാറ്റ മുഴുവൻ സെക്യൂർ ആക്കി വെച്ചിരിക്കുക. അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും. ഇനി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ കരിച്ച് ചാമ്പലാക്കി കളയും. ഒരിക്കലും മറക്കരുത്, എന്നെ നീ ദേഷ്യം പിടിപ്പിച്ചാൽ നീ കരിഞ്ഞ് ചാമ്പലായി പോവും. അല്ലല്ലല്ല അങ്കാര സാർ, ഞാൻ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കാം. 1 മണിക്കൂറിനുള്ളിൽ ശരിയാക്കി തരാം. ബോസ് തണക്കൂ, ബോസ് തണക്കൂ. തീയുടെ മൈസിന്റെ സംഗമം പാലിക്കൂ ബോസ്. സംഗമം. ശാന്തമാവൂ, ശാന്തം. അങ്കാര സാർ, ഇത് കണ്ടോ? വെറും 60 മിനിറ്റ് കൊണ്ട് ഇത് മുഴുവൻ ഡൗൺലോഡ് ആവും. തീർച്ചയായും ആവും സാർ. ഈ അങ്കാര ശരിക്കും ഭയങ്കര അപകടകാരിയാണ്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമുക്ക് ആ ഡൗൺലോഡിംഗ് നിർത്തിയേ മതിയാകൂ. ഓയ് പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നിർത്തിക്ക്. ഞാൻ അങ്കാരയുടെ ചൂട് കുറയ്ക്കാനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ അകത്തെങ്ങനെയാ വന്നേ? ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. വരൂ, ബോസിന്റെ അടുത്തേക്ക് വരൂ. ബോസ്, ബോസ് കണ്ടില്ലേ, ഈ മോട്ടുപത്തിൽ ഇവിടെയും എത്തിയിരിക്കുന്നു. വരൂ വരൂ എന്റെ സുഹൃത്തുക്കളെ, മോട്ടോവിന്റെയും പത്ലുവിന്റെയും ജോഡി ഇവിടം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തിപ്പറ്റി?
അകത്തേക്ക് വരാനുള്ള വഴി ആരാ പറഞ്ഞു തന്നത്? ഗേറ്റ് ആരാ തുറന്നത്? കോല ബാരൂദ് ഐസ് സ്റ്റിക്ക് കൊണ്ടുവാ. ചേട്ടാ എനിക്ക് കറുത്ത ഐസ്ക്രീം വേണം, പിന്നെ പത്തലൂന് ഓറഞ്ച്, പിന്നെ ചിങ്കം സാറിന്. സാറ് നിങ്ങൾക്ക് എന്താ വേണ്ടേ? കോല ബാരൂദ്, നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവിടെ ഒരു പാർട്ടിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാ അകത്തെത്തി പറ്റിയതെന്ന് ആദ്യം എന്നോട് പറ. മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് തീയിൽ കൂടെ വേണമെങ്കിലും കടന്നു വരാം, ഭയങ്കര കൊടുങ്കാറ്റിലൂടെയും പറന്നു വരാം, സമുദ്രത്തിലൂടെ വഴിയുണ്ടാക്കിയും വരാം. മാത്രമല്ല ഭൂമി പിളർന്നു വേണമെങ്കിലും വരാം. നദിയാണെങ്കിലും കുളമാണെങ്കിലും മലയാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും. ഇയാളുടെ വായടക്ക്, അല്ലെങ്കിൽ അങ്കാര എല്ലാവരും എരിച്ച് ചാമ്പലാക്കിയിടും. മോട്ടു പത്ലുവിന് ആർക്കും. എന്റെ മോട്ടു മതി മതി, അങ്കാരക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. മതി. ശാന്തം ശാന്തം ശാന്തം. ആദ്യം എല്ലാ ഭർത്താവും കഴിച്ചിട്ട് ചൂടാവും ബോസ്. മോട്ടുവും പത്ലുവും എന്തും ചെയ്യും. എന്നാൽ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് പരസ്പരം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. ഇന്ന് അവരുടെ സുഹൃത്ത് ബന്ധത്തിന്റെ പരീക്ഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് കാണാം. പത്ലു, ഇന്ന് നീ കാണിച്ചതാ നിന്റെ സുഹൃത്തിനോടുള്ള സ്നേഹം. നീ ഇവിടുന്ന് ഓടണം, ഓടി ഈ മൈതാനം ക്രോസ് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് കുറെ പൊട്ടലുകളുണ്ട്, അതിന്റെ ഇടയ്ക്ക് നിന്റെ കാലുപെട്ടാൽ നീ ഇല്ലാതാവും. അതല്ല, നീ ഇവിടുന്ന് ഓടിയില്ലെങ്കിൽ മോട്ടുവിനെ നിനക്ക് രക്ഷിക്കാൻ കഴിയില്ല. നോക്ക്, തീ അവന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? ഓക്കേ, റെഡി, സ്റ്റഡി, ഗോ. വേണ്ട പത്ലു, ഇങ്ങോട്ട് വരരുത് പത്ലു. മോട്ടു, എനിക്ക് ഈ ലോകത്ത് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാനിതേ എത്തിക്കഴിഞ്ഞു. പത്ലു, പത്ലു വേണ്ട, പ്ലീസ്. എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ കളയരുത്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കിതെല്ലാം കണ്ടിട്ട് കരച്ചിൽ വരുന്നുണ്ട്. കണ്ടോ, മോട്ടുവിന്റെയും പത്തുവിന്റെയും ജോഡി തകർന്നു പോയി. എന്നെ നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾ കത്തിച്ചാമ്പലായി പോവും. ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് മോട്ടു പത്ലുവിന്റെ ജോഡിയെ തകർക്കുവാനാവില്ല. മോട്ടു,
നന്ദിയുണ്ട് കൂട്ടുകാരെ, നന്ദിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെൻഗ്വിൻ സീൽസ്, വളരെ വളരെ നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മോട്ടു നീ എന്തിനാ വെള്ളത്തിനടിയിലേക്ക് വന്നത്? പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ അങ്ങനെ മുങ്ങിച്ചാവാൻ വിടണമായിരുന്നു? നീ ഇല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ട പത്തലു? മോട്ടുവും പത്തലും ഒരുമിച്ചല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുമല്ല. അതേ പത്തലു, വരൂ, ഇനി നമുക്ക് അഹങ്കാരയെ കാണിച്ചു കൊടുക്കാം. ഈ മോട്ടുവും പത്തലും ജോഡി ആരാണെന്ന്. ഞങ്ങള് ഭൂതങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. ഭൂതം 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 മമ്മി, മോട്ടുപത്തിന് ഭൂതമായി വന്നിരിക്കുകയാണ്. എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. എനിക്ക് ഭൂതത്തിന് പേടിയാണ്. അടുത്തേക്ക് വരരുത്, പോയിക്കോളൂ. എന്നെ ഉപദ്രവിക്കരുത് ഭൂതം, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഗസീറ്ററാം, ഞങ്ങള് ഭൂതങ്ങളൊന്നും അല്ല, ഇത് മോട്ടു പത്ലു ആണ്. ഞങ്ങള് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി അഹങ്കാരയുടെ അഹങ്കാരം അവസാനിപ്പിക്കണം. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ രണ്ടാളും എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഡോക്ടർ ജഡ്ക അവിടെ ഒളിച്ചിരുന്ന് ജോലി ചെയ്യുകയാണ്. വലിയേട്ടാ, ഇനി എത്ര സമയം എടുക്കും? എനിക്ക് കുറച്ചും കൂടി സമയം താ ചങ്കേ. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അങ്കാരയ്ക്കുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കി എടുത്തോളന്നേ. നിങ്ങൾ ഇപ്പോഴും കറങ്ങി നടക്കുവാണോ? മോട്ടു, ഇനി 10 മിനിറ്റേ ബാക്കിയുള്ളൂ. നമുക്ക് ആ വയർ എങ്ങനെയെങ്കിലും ഊരിയിടണം. ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ഇവര് രണ്ടുപേരും വീണ്ടും വന്നിരിക്കുകയാണോ? ഇവരെങ്ങനെയാ രക്ഷപ്പെട്ടത്? അവരെ പിടിക്കൂ. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൊന്നുകളയും. കോലാബാരൂദ്, അവരെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കണം എന്നുള്ള ഫ്ലേവർ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. വേറെ വല്ലതും തരട്ടെ? ഓ, ഞാൻ ഐസ് സ്റ്റിക്ക് അല്ല ചോദിച്ചത്, മോട്ടുവിനെയും പത്ലുവിനെയും തീർക്കാനാ പറഞ്ഞത്. സാബു, തോബു, എന്റെ കുഞ്ഞുങ്ങളെ, ഈ ഫാമിലി ഡ്രാമ ഇനിയും എത്ര നേരം ഉണ്ടാവും? തീർത്തു കളയുവരെ.
ബോസ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഇൻവിസിബിൾ പ്ലെയിൻ എടുത്ത് പോകുന്നതാണ് നല്ലത്. എന്നിട്ട് ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ പ്ലെയിനും കയ്യിൽ പോകും ബോസ്. ഓ ഓക്കെ, നീ പറഞ്ഞതും ശരിയാണ്. ബൈ ബൈ മോട്ടു പത്ലു. മോട്ടു അത് നോക്ക്, അങ്കാര ഇൻവിസിബിൾ പ്ലെയിനോട്ട് പോയി. മോട്ടു പത്ലു, നിങ്ങളുടെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. വേഗം അങ്കാരയെ പിടിക്കൂ, പോകൂ. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും കാണാം. പത്ലു വരൂ, എല്ലാവരും ഓരോ പ്ലെയിനുമായിട്ട് അങ്കാരുവിന്റെ പുറകിൽ പോവാം. മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് അങ്കാരെ കൊണ്ട് കഴിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദേഹത്തുള്ള തീ എല്ലാം പൊയ്ക്കോളും. അപ്പൊ അയാൾക്ക് ശക്തിയില്ലാതാവും. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. പെട്ടെന്ന് തന്നെ ഒരു പ്ലെയിൻ എടുത്ത് വന്നോളൂ. ഫുർഫുറി നഗരത്തിലുള്ള ജനങ്ങൾക്ക് ഇന്നാണ് ശരിക്കുമുള്ള ഷോ. കൂട്ടുകാരെ, ഒരാളുടെ മുകളിലായി ഒരാൾ നിൽക്കൂ. ഒരു പ്രാവശ്യമേ ചാൻസ് കിട്ടുള്ളൂ. ഓക്കെ, കമോൺ, സ്പീഡ്, മോർ സ്പീഡ്, മോർ സ്പീഡ്. പത്ലു, അങ്കാരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മോട്ടു. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് അവനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവനെ കൊല്ലാൻ സാധിക്കാ? മമ്മി പറയൂ പറയൂ. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. അവനെ എങ്ങനെയാ നമ്മൾ പിടിക്കുക? ഐഡിയ. കളർ സ്മോക്ക് അടിച്ചു കഴിഞ്ഞാൽ പ്ലെയിനിൽ കളർ വരും. ദേ കണ്ടില്ലേ, ഇതാണ് കളർ ബട്ടൺ. ഡോക്ടർ ജഡ്ക, ചിങ്കം സാർ, ഗസീറ്ററാം, കളർ ബട്ടൺ അമർത്തു. മുഴുവൻ സ്ഥലത്തും പിങ്ക് കളർ അടിക്ക്. ഇതുവരെന്താ ചെയ്തത്? ഇപ്പൊ എന്റെ പ്ലെയിൻ ഇൻവിസിബിൾ അല്ല. ഇല്ല ഇല്ല, ഇപ്പൊ ഈ പ്ലെയിൻ ഇൻവിസിബിൾ അല്ല. ഞാൻ മോട്ടുവിനെയും പത്തുവിനെയും ഒരിക്കലും വിടില്ല. ഓഹോ, ശാന്തമാകൂ ബോസ്, ശാന്തമാകൂ. നീന്റെ മൈസിന്റെ സംഗമം കാത്തു സൂക്ഷിക്കൂ ബോസ്. എത്ര പ്രാവശ്യം പറയണം? അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്ലെയിൻ കത്തിപ്പോവും. എന്റെ അമ്മോ, എത്രയും പെട്ടെന്ന് പാരഷൂട്ട് തുറക്കണം. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് തോന്നുന്നു അവന്റെ പാരച്യൂട്ട് ഓപ്പൺ ആകുന്നില്ലെന്നാ. ബോസ്, ദാ മോട്ടു പത്ലു താങ്കളെ കാണാൻ വന്നിരിക്കുന്നു. പ്ലെയിന്റെ തൊട്ട് മുകളിലുണ്ട്. ഇനി നിങ്ങൾ തന്നെ അവരുടെ കാര്യം നോക്കിക്കോളൂ. ഞാനിവർ രണ്ടുപേരെയും നോക്കിക്കോളാം. നീ പ്ലെയിൻ ഓടിക്കേ.
മോട്ടു, ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. വാ, എന്നോട് ഏറ്റുമുട്ട്. ബോസ്, ഒന്നു നടക്കൂ ബോസ്. തീയുടെ ഐസിന്റെ സംഗമം സൂക്ഷിക്കൂ ബോസ്. ശാന്തമാക്കൂ. പത്ലു വരിക, വരൂ, പ്ലെയിൻ പറപ്പിക്കൂ. എനിക്ക് തീന്റെ ഐസിന്റെ സംഗമം കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ കഥ കഴിഞ്ഞു പോകും. മോട്ടു, എന്ത് സംഭവിച്ചാലും ശരി ഡോക്ടർ ജഡ്കയുടെ ആന്റിഡോട്ട് അവന്റെ വായിൽ ഒഴിക്കണം. ഞാൻ പ്ലെയിൻ ശ്രദ്ധിച്ചോളാം. മോട്ടു, ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. വാ, എന്നോട് ഏറ്റുമുട്ട്. ശാന്തമാകൂ ബോസ്. തീയുടെ ഐസിന്റെ സംഗമം. മോട്ടു, ബൈ ബൈ. അങ്കാരാ, ബൈ ബൈ. എനിക്കിതെന്താ സംഭവിക്കുന്നത്? ഇതെന്താ സംഭവിക്കുന്നത് എനിക്ക്? ഇല്ല 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 ഇല്ല. മിഷൻ അക്കംപ്ലിഷ്ഡ്. ഞങ്ങൾ ഇതേ വന്നു കഴിഞ്ഞു. ശരി, എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടിയാണ് സംഭവിക്കുന്നത്. ഞാൻ ഇയാളെ തണുപ്പിച്ച് ഒരു പരുവമായിരിക്കുകയായിരുന്നു. സാറ് കണ്ടല്ലോ, മോട്ടു പത്ലു നിങ്ങളുടെ ഇൻവിസിബിൾ പ്ലെയിൻ കൊണ്ടുവന്നിരിക്കുന്നു. മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. ഞാൻ നിങ്ങൾ രണ്ടുപേരോടും എത്രയൊക്കെ നന്ദി പറഞ്ഞാലും അതൊരിക്കലും മതിയാവില്ല. മോട്ടു, ഇതെന്താ ഇത്? ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ആരാണിയാൾ? ഇയാളാണ് അങ്കാര. ഇയാളാണ് നമ്മുടെ പ്ലെയിൻ മോഷ്ടിച്ചത്. ബാക്കി കഥകളൊക്കെ അത് വലിയൊരു കഥയാണ് സാറേ. അത് നമുക്ക് പതുക്കെ പറയാലോ. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ആദ്യം ചെന്നിട്ട് ഞാൻ നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കട്ടെ. Watch India's largest kids library only on Jio Hotstar. Download the app now.